ജനുവരി 5 ഞായറാഴ്ച നമ്മുടെ കർത്താവിൻ്റെ എപ്പിഫനി തിരുനാൾ. മത്തായി 2:1-12 വരെ വാക്യങ്ങൾ. ഒരു ദിവസം സൺഡേ സ്കൂളിൽ വെച്ച് ടീച്ചർ തൻ്റെ കുട്ടികളോട് പറഞ്ഞു, ദൈവം ഒരു നിഗൂഢതയാണ്. മനുഷ്യരായ നമുക്ക് ദൈവം എങ്ങനെയുള്ളവനാണെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ഒരു കൊച്ചുകുട്ടി കാത്തി പറഞ്ഞു, എനിക്ക് ഊഹിക്കാൻ കഴിയും ദൈവം എങ്ങനെയുള്ള ആളാണെന്ന്. ടീച്ചർ ഒന്ന് പുഞ്ചിരിച്ചു. എങ്ങനെയാണ് കാത്തി? ടീച്ചർ ചോദിച്ചു. കാത്തി ദൈവത്തെ ഇങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങി. ദൈവത്തിന് നമ്മുടേതുപോലെ കാലുകളുണ്ടെങ്കിൽ അവൻ നഗ്നപാതനായി പോകും. തൻ്റെ കാൽവിരലുകൾക്കിടയിൽ മണൽ ഒഴുകുന്നത് അനുഭവിക്കാൻ കഴിയും. ഒപ്പം അരുവിയിലെ കല്ലുകളിലെ തണുത്ത പായലും പിന്നെ കഠിനമായ കോൺക്രീറ്റും അവൻ്റെ കാലുകൾ അനുഭവപ്പെടും. ദൈവത്തിന് നമ്മുടേതുപോലെ ഒരു ശബ്ദമുണ്ടെങ്കിൽ അവൻ ചിരിക്കുകയും കരയുകയും ചെയ്യും. ഒരുപക്ഷെ നല്ല ഒരു കണ്ടക്ടറിനെ പോലെ ബസ് ഒരു വളവ് തിരിയുമ്പോൾ, മോളെ മുറുകെ കമ്പി പിടിച്ചോ, മുന്നിൽ ഒരു വഴിയുണ്ട്, ഒരു തിരിവുണ്ട് എന്ന് പറയുന്നവൻ്റെ ശബ്ദം, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം പോലെ ആയിരിക്കും, കാത്തി പറഞ്ഞു. ഇന്ന് തിരുസഭ എപ്പിഫനി തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ വാക്കിൻ്റെ അർത്ഥം, ഇതൊരു ഗ്രീക്ക് പദമാണ്. ഇതിൻ്റെ അർത്ഥം പ്രകടനം അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടൽ എന്നാണ്. വിജാതിയർക്ക് യേശുവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷതയെ വിവരിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ എപ്പിഫനി എന്ന വാക്ക് ഒരു രാജാവ് തൻ്റെ പ്രവിശ്യകളിലെ ജനങ്ങളെ സന്ദർശിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പിഫനി എന്നത് ദൈവത്തിൻ്റെ സ്വയം വെളിപാടിൻ്റെയും യേശുവിനെ നമ്മുടെ രക്ഷകനായി എല്ലാവർക്കും വെളിപ്പെട്ടതിൻ്റെയും സൂചിപ്പിക്കുന്നു. നവജാതനായ രാജാവിനെ ആരാധിക്കുന്നതിനായി ഒരു നക്ഷത്രത്തെ പിന്തുടരുന്ന മാഗികളുടെ യാത്രയാണ് ഇന്നത്തെ സുവിശേഷ വായന ചിത്രീകരിക്കുന്നത്. പൗരസ്ത്യ സഭയിൽ ക്രിസ്തുവിൻ്റെ സ്നാനത്തെ അനുസ്മരിപ്പിക്കുന്നതും ഈ തിരുനാളാണ്. ജോർദാനിലെ ജ്ഞാനസ്നാന വേളയിൽ പിതാവായ ദൈവം ഇസ്രായേലിന് യേശുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തി. തുടർന്ന് നസ്രത്തിലെ സിനഗോഗിൽ താൻ വാഗ്ദത്ത മിശിഹായാണെന്ന് യേശു വെളിപ്പെടുത്തി. ഒടുവിൽ കാനായിലെ വിവാഹ വിരുന്നിൽ ഒരു അത്ഭുത പ്രവർത്തനായി യേശു സ്വയം വെളിപ്പെടുത്തി. അങ്ങനെ തൻ്റെ ദൈവത്വം യേശു വെളിപ്പെടുത്തുന്നു. ഇതാണ് എപ്പിഫനി തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, യേശു എങ്ങനെയായിരിക്കും എനിക്ക് പ്രത്യക്ഷപ്പെടുക? എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ, അല്ലെങ്കിൽ ഒരു കല്യാണ വിരുന്നിൻ്റെ സമയത്തോ, ഒരു തീർത്ഥാടന വേളയിലോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ, അല്ലെങ്കിൽ കടൽ തീരത്തൂടെ നടക്കുമ്പോഴോ, അല്ലെങ്കിൽ മലമുകളിലോ ആയിരിക്കുമോ? ഇന്ന് റെഡംപ്റ്ററിസ്റ്റ് വൈദികരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുനാൾ ദിവസം കൂടിയാണ്. ജോൺ നോയ്മൻ എന്ന ബൊഹീമിയൻ വംശജനായ അമേരിക്കൻ പുരോഹിതനായിരുന്നു ജോൺ നോയ്മൻ. ബൊഹീമിയയിൽ നിന്ന് കുടിയേറിയ അദ്ദേഹം 1836 അമേരിക്കയിലെത്തി അവിടെ പട്ടം സ്വീകരിച്ചു. പിന്നീട് റെഡംപ്റ്ററിസ്റ്റ് സന്യാസഭയിൽ ചേർന്നു.
1852 ഫിലഡൽഫിയയിലെ 4ാമത്തെ ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. അവിടെയാണ് ആദ്യത്തെ കത്തോലിക്ക സ്കൂൾ ജോൺ നോയ്മൻ ആരംഭിക്കുന്നത്. 1977 അദ്ദേഹം വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു. അമേരിക്കയിലെ ആദ്യത്തെ പുരുഷ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ നോയ്മൻ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.